ഞാൻ ഡബ് ചെയ്തത് രണ്ടാം ഭാവം എന്ന് പറയുന്ന പടത്തിനാണ്. ആ പടം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂവി, അയ്യേ എന്നെന്താ പറഞ്ഞു. അപ്പോൾ ഐ വാസ് യങ്, ഐ വാസ് ജസ്റ്റ് പാസ്റ്റ് +2. അപ്പോൾ ഞാനാകെ എന്താ പറയുക, ഒരു ക്രൈസിസ് മൊമെൻ്റായി. ലൈക്ക് ബിക്കോസ് ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ഇൻ മൈ മലയാളം. അപ്പോൾ ഞാൻ ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ട ഞാൻ ഡബ് ചെയ്യുന്നില്ല, അത് ശരിയാവില്ല സാർ. പിന്നെ കുറേ പേര് അല്ലെങ്കിലും പറയാറുണ്ട് എൻ്റെ വോയിസ് ഒരു ട്രഡീഷണൽ സ്വീറ്റ് വോയിസ് അല്ല. അന്നൊക്കെ സ്വീറ്റ് വോയിസസ് ആണ് ഹീറോയിൻസിന്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ എൻ്റെ വോയിസ് ഒരു ഔട്ട് ഓഫ് പ്ലേസ്, പാറപ്പുറത്ത് ചിരട്ട ഉരയ്ക്കുന്ന പോലെയാണെന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വോയിസ്. അപ്പോൾ ഈ കണ്ട ഇൻഫർമേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് ഞാൻ ഡബ് ചെയ്യണ്ട. അപ്പോൾ ലാൽ ജോസ് സാർ പറഞ്ഞു, നീ തന്നെ ഡബ് ചെയ്താൽ മതി, നിൻ്റെ വോയിസ് നല്ലതാണ്, ഇത് മതി എന്ന് പറഞ്ഞു ഡബ് ചെയ്തു. അന്ന് ഡബ് ചെയ്യണമെങ്കിൽ ചെന്നൈ വരെ പോകണം, മദ്രാസിലേക്ക് പോകണം. അവിടുത്തെ സ്റ്റുഡിയോയിലും മറ്റേ തിയേറ്റർ പോലത്തെ സ്റ്റുഡിയോയിലൊക്കെ ഡബ് ചെയ്യണം, വലിയൊരു പ്രോസസ്സാണ്. ഫിലിമിൻ്റെ കാലഘട്ടമാണ്. അതെല്ലാം കഴിഞ്ഞ് ഇത്രയും കഷ്ടപ്പാടും കഴിഞ്ഞ് തിയേറ്ററിൽ ആദ്യത്തെ ഷോയിന് പടം കാണാൻ പോകുമ്പോൾ ഞാൻ സ്ക്രീനിൽ വന്ന് വായ തുറന്ന വഴിക്ക് എല്ലാവരും കൂവി. അപ്പോൾ അതോടുകൂടി എൻ്റെ കോൺഫിഡൻസ് നാശമായി.